വീണ്ടും പേരുമാറ്റ വിവാദം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ ഗണതന്ത്ര മണ്ഡപ, അശോക് മണ്ഡപ് എന്നിങ്ങനെ മാറ്റി വിജ്ഞാപനമിറക്കി. രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. നടപടിയിൽ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷ്ണു തലവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള പേരുമാറ്റം വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും തന്നെയാണ് വഴിവെക്കുന്നത്. നേരത്തെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പേര് മാറ്റി അമൃത് ഉദ്യാൻ എന്നാക്കിയിരുന്നു. അതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് വീണ്ടും രാഷ്ട്രപതി ഭവനിൽ ഒരു പേരുമാറ്റം നടന്നിരിക്കുന്നത്. ദർബാർ ഹാളിൻ്റെയും അശോക ഹാളിൻ്റെയും പേരാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ദർബാർ ഹാളിൻ്റെ പേര് ഗണതന്ത്ര മണ്ഡപമെന്നും അതോടൊപ്പം തന്നെ അശോക ഹാളിൻ്റെ പേര് അശോക മണ്ഡപം എന്നുമാണ് മാറ്റിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അതൊക്കെ തന്നെ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പേരുമാറ്റം എന്നൊരു വിശദീകരണമാണ് രാഷ്ട്രപതി ഭവൻ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ നിന്ന് തിരിച്ച് ഹിന്ദി അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇംഗ്ലീഷ് പേര്, അതായത് അശോക ഹാൾ എന്നതിലെ ഹാൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം മാറ്റിക്കൊണ്ട് മണ്ഡപം എന്ന പദത്തിലേക്ക് ഒരു മാറ്റം നടത്തിയത് എന്നൊരു വിശദീകരണം കൂടി എന്തായാലും രാഷ്ട്രപതി ഭവൻ നടത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു പേരുമാറ്റം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പേരുമാറ്റത്തിലും ഉന്നയിക്കുന്നത്.